ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാനവാസിക്കയുടെ കിഡിലനായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട്. ആ ഫോട്ടോഷൂട്ട് ഞാൻ ഇങ്ങോട്ട് വെച്ചേക്കാം. അതായത് ഒരു മാസ് ലുക്കിൽ, അതായത് മമ്മൂട്ടിയെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏജ് റിവേഴ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ മാഷാ അല്ലാ, നോ ഈവിൽ ഐസ് ഓൺ ഹിം. ആൻഡ് ഒരു നടനാകാനുള്ള എല്ലാ ക്വാളിറ്റീസും ഷാനവാസിക്കയുണ്ട്. സ്ക്രീൻ പ്രസൻസ് ആയിക്കോട്ടെ, നമ്മുടെ BB7 നമ്മൾ ഇങ്ങനെ കണ്ടിരുന്നിട്ടുണ്ട് ഷാനവാസിക്കയുടെ. ലാസ്റ്റത്തേക്ക് ആയപ്പോഴത്തേക്കും ആ ഒരു ഹോട്ടൽ ടാസ്കിൻ്റെ ആ ഒരു സമയത്തൊക്കെ ആയപ്പോൾ ഷാനവാസിക്ക നല്ലപോലെ പെർഫോം ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു സ്ക്രീൻ പ്രസൻസ് നല്ലപോലെ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഇൻ വീഡിയോസ് ടു ഷാനവാസിക്കയുടെ വീഡിയോ ആയിരുന്നു ഏറ്റവും നല്ല വീഡിയോ. ഷാനവാസിക്കയുടെ വീഡിയോ ആയിരുന്നു. അതായത് ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണണ്ടേ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അത് ഫുൾ വീഡിയോ, 100 ദിവസത്തെയും വീഡിയോയിൽ ഏറ്റവും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഷാനവാസിക്കയുടെ വീഡിയോ ആയിരുന്നു. ആൻഡ് ഭയങ്കര രസമായിരുന്നു ഷാനവാസിക്കയുടെ വീഡിയോ കാണാൻ. മാസ് ആയിക്കോട്ടെ, ആ ഒരു ചിരി ആയിക്കോട്ടെ, അതിൻ്റെ തമാശകളായിക്കോട്ടെ, എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ടൊരു വീഡിയോ ആയിരുന്നു അത് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി ഷാനവാസിക്കുണ്ട്. അതായത് സ്ക്രീൻ പ്രസൻസ് ആയിക്കോട്ടെ, ഒരു നടനുള്ള ക്വാളിറ്റി എല്ലാം ഷാനവാസിക്കുണ്ട്. അഭിനയത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ട. നമ്മുടെ ഇന്ദ്രേട്ടനായാലും രുദ്രനായാലും നല്ല നിറഞ്ഞാടിയിരുന്നു. ഒരു കാലത്ത് നമുക്ക് നിറഞ്ഞാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഷാനവാസിക്ക ഒരു സിനിമയിലേക്കുള്ള സ്റ്റെപ്പായിട്ടാണ് നിൽക്കുന്നത്. സോ അതിൻ്റെ എല്ലാ ഒരു ബോഡിയിൽ ഷാനവാസിക്കയുടെ അത് കാണുന്നുണ്ട്. ഷാനവാസിക്ക ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഒരു 2 കിലോയെങ്കിലും കുറയ്ക്കാനായിട്ട്. അപ്പോൾ ബിഗ് ബോസിനോട് താങ്ക് യു പറയുന്നു. 16 അല്ലെങ്കിൽ 17 കിലോയോളം ഷാനവാസിക്കയുടെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഫിറ്റ്നസ് ഇപ്പോഴും ഷാനവാസിക്ക മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആ ഒരു ഫിറ്റ്നസ്സിൽ ആ ഒരു ഫോട്ടോഷൂട്ട് നല്ല രസമായിരുന്നു ഷാനവാസിക്കയുടെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഷാനവാസിക്ക ഒരു ഇനോഗ്രേഷനും കിട്ടുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പലർക്കും കിട്ടി, സിജോ പോലെയുള്ളവർക്ക് കിട്ടി, എന്നിട്ടും എന്താ ഷാനവാസിക്ക കിട്ടാത്തത്, അക്ബറിനും ഷാനവാസിക്കും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഭയങ്കര അവർക്കില്ലാത്ത സങ്കടമായിരുന്നു മറ്റുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഷാനവാസിക്കയുടെ ഫസ്റ്റ് ഇനോഗ്രേഷന് ചന്ദ്രപിന്നി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ VFame ഐസ്ക്രീം പാർലർ MCM ടവറിൽ 4th ജാനുവരി 11 o'clock അപ്പോൾ തൃശ്ശൂരിലുള്ള മാസിക്കനെ ഇഷ്ടപ്പെടുന്ന ജെനുവിൻ ആയിട്ടുള്ള ഫാൻസിന് ഒന്ന് പോയി കാണാവുന്നതാണ്. സോ അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ ആഗ്രഹമുള്ള, ഇപ്പം എറണാകുളത്ത് വെച്ചപ്പോഴത്തേക്കും വരാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു, വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞ് തൃശ്ശൂരിലാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടായിരുന്നു. സോ അങ്ങനെ തൃശ്ശൂരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണുക. ആൻഡ് 11 o'clock ജാനുവരി 24 VFame ഐസ്ക്രീം പാർലറിൻ്റെ ഇനോഗ്രേഷൻ റോഡിൽ വെച്ചിട്ട്, ബീച്ച് റോഡ് ആ സൈഡിലാണ്, MCM ടവറിലാണ്. ആൻഡ് ഓൾസോ ചന്ദ്രപിന്നി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പലരും എന്നോട് ചോദിച്ചിരുന്നാൽ പ്ലേസ് എവിടെയാണ്, അത് തൃശ്ശൂരിലാണ് കേട്ടോ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. സോ ആ ഒരു ഞാൻ പറഞ്ഞ പോലെ ഇനി ബാക്ക് ടു ദ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു നടന് വേണ്ട എല്ലാ ക്വാളിറ്റീസും ഷാനവാസിക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയതാണ് ബിഗ് ബോസിൽ. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ഒരു ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തമാശ ആയിക്കോട്ടെ, എല്ലാം ഷാനവാസിക്ക ഒരു പെർഫെക്റ്റായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിലൊരു എന്താ പറയുക, ഒരു കള്ളമുണ്ട്. അതെന്ന് വെച്ചാൽ ജെനുവിനായിട്ട്, ഇപ്പം അഭിനയമാണെങ്കിൽ തന്നെയും ഷാനവാസിക്ക നല്ല ജെനുവിനായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു എന്താ പറയുക, ഇപ്പം ഇന്ദ്രനായാലും രുദ്രനായാലും ഒക്കെ ഷാനവാസിക്കയുടെ സ്ക്രീൻ പ്രസൻസ് ആയിക്കോട്ടെ, അത് നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. അതായത് കുറേ ദിവസങ്ങൾ ഷാനവാസിക്കയെ കാണാൻ പറ്റുമ്പം ലൈവ് പോലും കാണാത്ത ഒരുപാട് പേരുണ്ട്. സോ ഷാനവാസിക്കയെ കാണാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് സീസൺ 7 കണ്ട ഒരുപാട് പേരെ എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഷാനവാസിക്കയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഇൻഷാ അല്ലാ ഷാനവാസിക്ക ഇനി നല്ലൊരു സിനിമയിൽ കയറട്ടെ, അതിനുള്ള എല്ലാ ഭാഗ്യങ്ങളും ഷാനവാസിക്ക് കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഉറപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ അപ്ഡേറ്റ്സ് പറയാനുണ്ട്. അത് ഞാനായിട്ട് പറയുന്നില്ല. ഷാനവാസിയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അറിയിച്ചതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും. 100% അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സർപ്രൈസിങ് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിവേ, ഇത് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഞാൻ ഷാനവാസിക്കയുടെ ഇവിടെ ഈ ഒരു ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.